ടാർഗറ്റ് ചെയ്ത് ഒരു പക്ഷേ ചെയ്തിട്ടുള്ളതായിരിക്കാം. ഒന്നും ഒരു ജഡ്ജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി പലരും ഇത്തരത്തിൽ നിരവധി വീഡിയോകൾ ഇറക്കുന്നുണ്ട്. അതിലെ സത്യാവസ്ഥ നമ്മൾ എങ്ങനെ ബോധ്യപ്പെടും എന്നുള്ളതാണ്. ഈ സോഷ്യൽ മീഡിയയിലെ ആൾക്കൂട്ടം ഇവർക്ക് ഈ പ്രത്യേക ഐഡന്റിറ്റിയോ വിലാസമോ ഒന്നുമില്ലാത്ത ഇത്തരത്തിൽ വ്യാജ പരാതികൾ വന്നാൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കണം? മമ്മക്കും അച്ഛനും ഇങ്ങനത്തെ ഒരു യോഗം ഉണ്ടാവരുത്, അതാർക്കും സഹിക്കാൻ പറ്റൂല. ഞാനൊന്നാൾ അനുഭവിച്ച് ഈ ലോകത്തിൽ ഒരാളും ഇത് അനുഭവിക്കാൻ പാടില്ല. എൻ്റെ അമ്മ വളരെ പാവായി പോയി, അതാണ് ഇതൊക്കെ ചെയ്തതിൻ്റെ കുട്ടി. നല്ല ശിക്ഷ വാങ്ങി കൊടുക്കണം, അതിനെ പുറത്ത് വിടാക്കണം, അതിനെ ശിക്ഷിക്കണം. അങ്ങനെ എൻ്റെ മോനെ ഇതാക്കി ഞങ്ങൾ എൻ്റെ മകൻ്റെ ഞങ്ങളെ ജീവിതം വയ്യാതാക്കി. നമസ്കാരം, വനിതാ ജംഗ്ഷനിലേക്ക് സ്വാഗതം. സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന വീഡിയോകളൊക്കെ സത്യമാണോ? റീച്ചും ലൈക്കും കൂട്ടാൻ എന്ത് വഴിയും തേടുകയാണ് ഇൻഫ്ലുവൻസർമാർ എന്നാണ് അടുത്തിടെ ഉയരുന്ന വിമർശനങ്ങൾ. ഒരു വീഡിയോ സമൂഹ മാധ്യമത്തിൽ വന്നു കഴിഞ്ഞാൽ അതിനെ മുൻവിധിയോടെ സമീപിച്ച് ഒരു ഡിജിറ്റൽ ആൾക്കൂട്ട വിചാരണ നടത്തുന്ന പ്രവണതയിലേക്ക് നമ്മുടെ സമൂഹം നീങ്ങാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. സോഷ്യൽ മീഡിയ, പോലീസും കോടതിയുമായി വിധി പ്രസ്താവിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവിതങ്ങളും നിരവധിയാണ്. ഇതിനെ അതിജീവിക്കാനുള്ള വഴി എന്താണ്? അതേസമയം ഒരു അതിക്രമം ഉണ്ടാകുമ്പോൾ അതിൽ പ്രതികരിക്കേണ്ടേ? അതിനുള്ള വഴി സോഷ്യൽ മീഡിയ ആണോ? അഖില, നമ്മൾ ഈ വിഷയം ഇപ്പോൾ ചർച്ച ചെയ്യാനുള്ള കാരണമെന്ന് പറയുന്നത് ഈ ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം ഉണ്ടായി എന്ന ആരോപണം ഉയർന്നതിനെ തുടർന്ന് ദീപക് ആത്മഹത്യ ചെയ്യുകയും അതിൽ ഷിംജിതയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഇപ്പോൾ മഞ്ചേരി സബ് ജയിലിലാണ് ഷിംജിതയുള്ളത്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വ്യാപകമായിട്ടുള്ള ചർച്ചകളൊക്കെ നടക്കുകയാണ്. അതിൽ ഷിംജിതയെ എതിർത്തും ഷിംജിതയെ അനുകൂലിച്ചും ഒരുപാട് പേർ രംഗത്തുണ്ട്. അതുപോലെ തന്നെയാണ് ദീപകിനെ അനുകൂലിച്ചും എതിർത്തുമൊക്കെ നിരവധി പേർ വാദങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ നടക്കുകയാണ്. അതിൻ്റെ ചലനങ്ങൾ സ്വാഭാവികമായും പൊതുസമൂഹത്തിൽ ഉൾപ്പെടെ ഉണ്ട്. ഇപ്പോൾ ഈ ഒരു അതിക്രമം, ഒരു ലൈംഗിക അതിക്രമം ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെയാണത് പ്രതികരിക്കേണ്ടത് എന്നുള്ളതാണ്. ഒരു ആൾക്കൂട്ട വിചാരണയ്ക്ക് നമ്മൾ ആരോപിക്കുന്ന ഒരാളെ ഇട്ടുകൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. അതിനുള്ള വഴി ഈ സോഷ്യൽ മീഡിയ ആണോ, അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് പോലീസിൽ പരാതി നൽകിക്കൂടെ? ഈ ഒരു വീഡിയോ ചിത്രീകരിച്ച് ഇത്തരത്തിലുള്ള ഈ മോബ് ലിഞ്ചിങ്ങിന് ആൾക്കാരെ ഇരയാക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ചോദ്യങ്ങൾ. എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും. അതായത് ഈ ഷിംജിതയുടെ കേസ് തന്നെ നമ്മൾ എടുത്താൽ, ആദ്യം ആ കുട്ടി സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ വളരെ സ്വാഭാവികമായി നമുക്ക് അങ്ങനെ ഒരു സംശയം, ദീപക് അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു സംശയം തോന്നാവുന്നതാണ്. പക്ഷേ പിന്നീട് അത് എഡിറ്റ് ചെയ്ത ശേഷം വരുന്ന വീഡിയോ നമ്മളെ ഇങ്ങനെയാണ് 2-3 തവണ നമ്മൾ പല ആവർത്തി കാണുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത് ഇത് ശരിയായ ഒരു വീഡിയോ അല്ല. നമ്മൾ മാധ്യമപ്രവർത്തകരായതുകൊണ്ട് തന്നെ പല ആവർത്തിയോ വീഡിയോ നമ്മൾ കണ്ടതിന് ശേഷം നമ്മളത് ആ ഒരു ബോധ്യത്തിലാണ് വ്യാജമായ ഒരു ആരോപണമാണ് അത് എന്നുള്ളത്. അതായത് പ്രത്യേകിച്ച് ഇപ്പോൾ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ലൈക്കും റീച്ചും ഒക്കെ കൂട്ടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കാണിക്കുക എന്നുള്ളത് നമ്മുടെ ഇൻഫ്ലുവൻസർമാരുടെ ഇടയിൽ കുറച്ച് കൂടിയിട്ടുണ്ട്. സമൂഹ മാധ്യമത്തിൽ കൂടുതൽ ലൈക്ക് കിട്ടുന്നു, കൂടുതൽ റീച്ച് കിട്ടുന്നു, അത് സാമ്പത്തികമായി കൂടി വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അത്തരത്തിലുള്ള ഇടപെടലുകൾ പലപ്പോഴും പല ഭാഗത്ത്. അതിപ്പോൾ ഈ ഷിംജിതയുടെ കാര്യത്തിൽ മാത്രമല്ല, മുമ്പും പല സംഭവങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ട്രെയിനിലുള്ള അസുഖം ബാധിച്ച് കിടന്ന ഒരാൾ മദ്യപാനിയാണ് എന്നുള്ള തരത്തിലൊക്കെ ആരോപണങ്ങൾ വന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അത് അവരുടെ ഒരു മാനസികമായും സാമൂഹികമായും അവരെ വളരെ വലിയ രീതിയിൽ തകർക്കുന്നതാണ് എന്നുള്ളതും നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ദീപകിന് മാനസികമായി വലിയ ആഘാതം ഉണ്ടാകുന്നു, അതിനുശേഷം ആത്മഹത്യയിലേക്ക് പോകും, സ്വന്തം കുടുംബത്തെക്കുറിച്ചൊന്നും ആലോചിക്കാൻ കഴിയാത്ത അത്ര വലിയ മാനഹാനി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അത് പക്ഷേ പ്രതികരിക്കേണ്ടത് ഇങ്ങനെയല്ല. നമ്മൾ സ്ത്രീകൾ, നമ്മുടെ മക്കളെയൊക്കെ പറഞ്ഞു പഠിപ്പിക്കേണ്ടതാണ്. തെറ്റ് കണ്ടാൽ നമ്മൾ പ്രതികരിക്കണം. പക്ഷേ അത് സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചുകൊണ്ടാകരുത്. ശരിയായ രീതിയിൽ പ്രതികരിക്കാൻ നമുക്ക് നിയമ സംവിധാനമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് നിയമ സംവിധാനം കൃത്യമായി നടപ്പാക്കുന്ന ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് നടപ്പാക്കാൻ കഴിയുകയും ചെയ്യും. ഈ വീഡിയോ ഒരുപക്ഷെ ചിത്രീകരിക്കാം, തെളിവിനായി ചിത്രീകരിച്ച് സൂക്ഷിക്കുന്നവരൊക്കെ ഉണ്ടാകും. പക്ഷേ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് അത് ഒരു പരാതിയായി പോലീസിൽ നൽകേണ്ടതായിരുന്നു. പക്ഷേ ഷിംജിത, എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ, അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോഴാണ് ഒരു പരാതി ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നത്. അതിനു മുമ്പ് ശേഷമാണ് പരാതി നൽകിയത്. അങ്ങനെ ആയിരുന്നില്ല നമ്മൾ ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ളതാണ്.
പിന്നെ അത്തരത്തിൽ എഡിറ്റ് ചെയ്തൊരു വീഡിയോ കാണിക്കേണ്ട ഒരു സാഹചര്യം എന്തായിരുന്നു എന്നുള്ളത് ഇനി അറിയണം. അതായത് ഷിംജിതയുടെ ഫോണൊക്കെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്, എത്ര വീഡിയോ ചിത്രീകരിച്ചിട്ടുണ്ട്, അതായത് ബസ്സിൽ ദീപക് കയറുന്നത് മുതലുള്ള വീഡിയോ ഉണ്ട് എന്നുള്ള ഇതൊക്കെ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നേരത്തെ തന്നെ പർപ്പസ്ഫുള്ളി പ്ലാൻ ചെയ്ത് അങ്ങനെ ഒരാളെ ടാർഗറ്റ് ചെയ്തിട്ടാണ്, അതായത് എനിക്ക് വേണ്ടി ഒരു ഇരയെ ഉണ്ടാക്കുക എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അങ്ങനെ ടാർഗറ്റ് ചെയ്ത് ഒരു പക്ഷേ ചെയ്തിട്ടുള്ളതായിരിക്കാം. അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നുള്ളതും പോലീസിൻ്റെ അന്വേഷണത്തിൽ വരേണ്ടതാണ്. പക്ഷെ മായ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ പ്രതികരിക്കണം, എല്ലാ ഘട്ടങ്ങളിലും പ്രതികരിക്കേണ്ട ഇടങ്ങളിലൊക്കെ പ്രതികരിക്കണം. പക്ഷേ ആ പ്രതികരണം എങ്ങനെയാവണം എന്നുള്ളത് ഉയർന്നു വരുന്ന ചോദ്യം തന്നെയാണ്. അങ്ങനെ അല്ലെങ്കിൽ ഇത്തരത്തിൽ വ്യാജ പരാതികൾ വന്നാൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ളതും ഉണ്ടല്ലോ. ആത്മഹത്യ ചെയ്തതുകൊണ്ട് കാര്യമില്ലല്ലോ. ദീപക് ഇപ്പോൾ ആത്മഹത്യ ചെയ്തപ്പോൾ എല്ലാവരും ദീപകിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. പക്ഷെ ദീപക് ആത്മഹത്യ ചെയ്യാതെ യഥാർത്ഥത്തിൽ ഇതിനെ നേരിടുകയല്ലേ വേണ്ടിയിരുന്നത്. അത് ആത്മഹത്യ ഒരു ഇതല്ലല്ലോ. നമ്മൾ അങ്ങനെ ആത്മഹത്യ ചെയ്തതുകൊണ്ട് മാത്രം അവസാനിക്കുന്നതല്ലല്ലോ സമൂഹത്തിൽ ഉയരുന്ന പ്രശ്നങ്ങൾ. ഇത് പറയുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, നമ്മുടെ ദിലീപ് ഈ അടുത്ത കാലത്ത് അഭിനയിച്ച സിനിമയിൽ ഇത്തരത്തിലൊരു ഇതുണ്ട്, പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമയിൽ. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നതാണ്, ശരിയാണ്, സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി പലരും ഇത്തരത്തിൽ നിരവധി വീഡിയോകൾ ഇറക്കുന്നുണ്ട്. അതിലെ സത്യാവസ്ഥ നമ്മൾ എങ്ങനെ ബോധ്യപ്പെടും എന്നുള്ളതാണ്. അതായത് നമ്മുടെ സാധാരണയായി മാധ്യമങ്ങളെ സംബന്ധിച്ച് അവിടെ ഒരു തെറ്റും ശരിയും കണ്ടെത്താൻ അല്ലെങ്കിൽ കൃത്യമായ എഡിറ്റിംഗ് ഉണ്ട്. അതിന് എഡിറ്റോറിയൽ ബോർഡ് അടക്കം ഉണ്ട്, അവരതിനെ കൃത്യമായി എഡിറ്റ് ചെയ്യും. പക്ഷേ സമൂഹ മാധ്യമത്തിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോയ്ക്ക് അങ്ങനെ ഒരു അതിർവരമ്പ് ഉണ്ടാക്കേണ്ടതല്ലേ എന്നുള്ളതാണ് പ്രധാനമായും ചോദിക്കുന്നത്. കാരണം മറ്റ് മാധ്യമങ്ങൾ, അതായത് നമ്മുടെ ചാനലുകളോ പത്രങ്ങളോ ഒക്കെ കൃത്യമായി എഡിറ്റ് ചെയ്ത് ശരിയാണോ, അവിടെയും ചിലപ്പോഴൊക്കെ അത്തരത്തിൽ വാർത്തകൾ വരാറുണ്ട്. പക്ഷേ എങ്കിൽ പോലും പരമാവധി ശരിയായി ആ വാർത്തകൾ നൽകാൻ ശ്രമിക്കാറുണ്ട്. അതിലൊരു സത്യാവസ്ഥയുണ്ടോ, അങ്ങനെ ഒരു വാർത്ത വന്നാൽ അത് ശരിയാണോ നമ്മൾ അന്വേഷിക്കാറുണ്ടല്ലോ. പക്ഷേ ഈ സമൂഹ മാധ്യമത്തിൽ അങ്ങനെ എന്താണ്, അതിനൊരു അതിർവരമ്പ് വെക്കേണ്ടതില്ലേ, നമ്മുടെ നിയമ സംവിധാനങ്ങൾ ആ തരത്തിൽ മാറേണ്ടതില്ലേ എന്നുള്ളൊരു, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ മാറണ്ടേ നിയമ സംവിധാനങ്ങളൊക്കെ? തീർച്ചയായും അത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ മാറണം. പക്ഷേ അതിനൊപ്പം കൂടി നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ളത് ഉപയോഗിക്കുമ്പോൾ നമ്മളത് വളരെ ക്രിയാത്മകമായാണോ അത് ഉപയോഗിക്കുന്നത് എന്നുള്ളത് അവനവൻ തന്നെ അത് ഒന്ന് ആലോചിച്ച് ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. കാരണം അത്തരത്തിലുള്ള ഒരു ക്രിയാത്മകമായിട്ടുള്ളൊരു ഉപയോഗം ഈ നമ്മളുടെ ഇടയിൽ ഇല്ല എന്നുള്ളത്, ഇന്ത്യയിൽ ഉൾപ്പെടെ അത്തരത്തിലുള്ളൊരു ഉപയോഗം ഇല്ല എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ. ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ നടക്കുന്ന ഈ വീഡിയോ വന്നതിന് ശേഷം ആദ്യം ഈ 1000-ഓളം പേർ ഇത് വീഡിയോ കണ്ടു. ദീപകിനെതിരെ വ്യാപകമായ ആക്ഷേപമാണ് ഇതിൽ ഉണ്ടായത്. പിന്നീടാണ് ദീപക് ആത്മഹത്യ ചെയ്യുന്നത്. ആ ആത്മഹത്യ ചെയ്യുന്നതിന് ശേഷം ഈ ആക്രമണങ്ങൾ മുഴുവൻ ഷിംജിതയ്ക്കെതിരായി. ഇത് രണ്ടും ചെയ്യുന്നത് ഈ ഒരു മോബാണ്, ഈ ഒരു കൂട്ടം ആൾക്കാരാണ്, ആൾക്കൂട്ടം, ഈ സോഷ്യൽ മീഡിയയിലെ ആൾക്കൂട്ടം. ഇവർക്ക് ഈ പ്രത്യേക ഐഡന്റിറ്റിയോ വിലാസമോ ഒന്നുമില്ലാത്ത ചിലപ്പം വ്യാജ പ്രൊഫൈലുകൾ വെച്ചിട്ടാണ് അവിടെ എന്തും നമുക്ക് ചെയ്യാം. കാരണം ഇത് നേരിട്ടല്ല ഏറ്റുമുട്ടൽ. ഇപ്പോൾ അഖിലയ്ക്കെതിരെ ഒരു ആരോപണം എനിക്ക് ഉന്നയിക്കാം എങ്കിൽ അഖില അതിന് പ്രതിരോധിക്കുന്നത് ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലായിരിക്കും. ചിലപ്പോൾ അഖില അതിനെ പ്രതിരോധിച്ചില്ല എന്നും വരും. പക്ഷേ എനിക്ക് വളരെ സേഫാണ്, എന്തും കടന്നാക്രമിക്കാം. കാരണം അതിന് ഓപ്പോസിറ്റ് എനിക്ക് തെളിയിക്കേണ്ട ആവശ്യമില്ല. ആൾക്കാർ ഒരാളത് പറയുന്നു, കൂടെ ഞാനും കൂടുന്നു. നമ്മൾ ഈ ആൾക്കൂട്ട മർദ്ദനങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? അത് ഒരാളാണ് മർദ്ദിച്ചു തുടങ്ങിയാൽ എതിരെ വന്ന് അടിക്കുന്ന ആൾക്ക് എന്തിനാണ് ഇയാൾ അടിക്കുന്നത് പോലും അറിയുണ്ടാവില്ല. അതുപോലെ ആ രീതിയിൽ വ്യാപകമായ അതിക്രമങ്ങളാണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ വസ്തുത എന്താണെന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിൽ പ്രതികരണങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലാകാമോ എന്ന് ചോദിക്കുമ്പോൾ പോലും ഇത്തരത്തിൽ ഈ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ച് നടപടി ഉണ്ടായ കേസുകൾ നിരവധിയായിട്ടുണ്ട്. നമ്മൾ ഈ സവാദിൻ്റെയൊക്കെ ഒരു ഉദാഹരണം നമുക്ക് കണ്ടതാണ്. അതുപോലെ തന്നെയാണ് ഈ അടുത്തിടെ ഒരു സഹോദരിയെ ഒരു വയസ്സായ ഒരാൾ ഉപദ്രവിക്കുന്നതൊക്കെ കണ്ട് ആ രീതിയിലുള്ള വീഡിയോകളൊക്കെ വന്നിരുന്നു. ഇതിന് ഗുണങ്ങളുമുണ്ട് ദോഷങ്ങളുമുണ്ട്. ഇത് സത്യത്തിൽ ഇതിൽ വരുന്നതെല്ലാം ശരിയാണെന്ന് വിചാരിച്ച് അത്തരത്തിലൊരു പൊതുബോധം സൃഷ്ടിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഒരു ക്രിയാത്മകമായിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ കൾച്ചർ, അത്തരത്തിലൊരു സംസ്കാരം നമ്മൾ തന്നെ രൂപപ്പെടുത്തി എടുക്കേണ്ടിയിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. എനിക്കോട് വളർന്നു വരുന്ന തലമുറയ്ക്ക് നമ്മൾ നല്ല അവബോധം അതിനെ സംബന്ധിച്ച് കൊടുക്കണം. സമൂഹ മാധ്യമങ്ങൾക്ക് ശരിയായ വശങ്ങളുമുണ്ട്, തെറ്റായ വശങ്ങളുമുണ്ട്. പലരും ഈ സമൂഹ മാധ്യമങ്ങൾ വഴി അവരുടെ വീഡിയോകൾ പോസ്റ്റ് ചെയ്ത് സാമ്പത്തികമായും അല്ലെങ്കിൽ സാമൂഹ്യപരമായും ഒക്കെ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അത്തരത്തിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് നമ്മൾ പറയുന്നത് അങ്ങനെ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചവരാണ്. പക്ഷേ മറ്റ് ചിലർ, അതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഒരു എന്തും നമുക്ക് പറയാനുള്ള വേദിയായിട്ട് ഇതിനെ കാണുന്നത്. ഈ അടുത്തിടെ തന്നെ നമുക്കറിയാവുന്നതാണ്, രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയ യുവതികൾക്കെതിരെയൊക്കെ വലിയ സൈബർ ആക്രമണം
നമ്മൾ കണ്ടതാണ്. അവിടെ യഥാർത്ഥത്തിൽ ഈ യുവതികൾ എന്താണ് ചെയ്തത്, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താണ് ചെയ്തത്, അത് കോടതിയിലുള്ള ഒരു കേസാണ്. ആ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടക്കുകയാണ്. അതിൻ്റെ തെളിവുകളും മറ്റു കാര്യങ്ങളും ഒക്കെ പുറത്തു വരേണ്ടതുണ്ട്. പക്ഷേ അതിനു മുമ്പ് തന്നെ വലിയ സൈബർ ആക്രമണം, അത് രണ്ട് വശത്തും, അതായത് അതിജീവിതമാർക്കെതിരെയും ഉണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും ഉണ്ട്. അങ്ങനെ സൈബർ ആക്രമണം നടത്തുന്നത് നമ്മൾ കാണും. പിന്നെ ഈ സ്ത്രീയാണ് എന്നുള്ള ഒരു പരിഗണന കുറച്ചധികം ആളുകൾ പലയിടങ്ങളിൽ ഉപയോഗിക്കും. നമ്മൾ മറ്റ് വ്യാജ പരാതികൾ നൽകുന്ന കാര്യമൊക്കെ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. ഒരുപാട്, അതായത് ഒരു 30-40% കേസുകൾ വ്യാജ പരാതിയാണ് എന്നുള്ളതാണ് പുറത്തു വരുന്ന കണക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത്, അത് കൊടുക്കുന്ന കേസുകളിൽ. പക്ഷെ അതിൽ കൃത്യമായ അന്വേഷണം വേണം. പക്ഷെ അങ്ങനെ വ്യാജ പരാതിയാണെങ്കിൽ അതിൽ പെട്ടുപോകുന്ന ഇരകൾ ഉണ്ടല്ലോ, ആ ഇരകളുടെ ഇനിയുള്ള ജീവിതം എങ്ങനെയാണ്, അവർ പൊതുസമൂഹത്തിൽ, ഇതെല്ലാം ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്നത് കൊണ്ട് തന്നെ എല്ലാവരെയും ഇപ്പോൾ ആളുകൾക്ക് അറിയാം. സാധാരണക്കാരായ മുമ്പ് അങ്ങനെയല്ല, ഒരു കേസ് വന്നാൽ ആ നാട്ടിലുള്ള 1-2 പേർക്ക് മാത്രമേ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുമായിരിക്കുള്ളൂ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ശരിയും തെറ്റുമായ ഒരുപാട് കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം, ആളുകളെയും തിരിച്ചറിയാം. അപ്പോൾ ഇവർക്ക് പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങാൻ കഴിയാതെ വരിക. അതുകൊണ്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട കേസിലൊക്കെ അതിജീവിതമാർ അങ്ങനെ തന്നെ സൈബർ ആക്രമണം നേരിടുന്നു എന്നുള്ളതും അവരുടെ സ്വകാര്യതയെ ഇത് വലിയ തരത്തിൽ ബാധിക്കുന്നു എന്നൊക്കെ കോടതിയെ ബോധ്യപ്പെടുത്തേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. ഈ ആൾക്കൂട്ടാക്രമണം അങ്ങനെ ഉണ്ടാക്കുന്ന, അതായത് മാനസികമായി ഒരാളെ തകർക്കുക എന്നുള്ളത് സമൂഹ മാധ്യമത്തിൽ മാത്രമല്ല, നമ്മുടെ ഈ അടുത്ത് നവീൻ ബാബുവിൻ്റെ ആത്മഹത്യമായി ഓർക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അത് ഒരു മാധ്യമത്തിന് മുമ്പിൽ, അത് സമൂഹ മാധ്യമം അല്ലെങ്കിൽ പോലും ഒരു മാധ്യമത്തിന് മുമ്പിൽ ഒരു ആൾ പറഞ്ഞ ചില വാക്കുകൾ ഉണ്ടാക്കിയ മാനസികാഘാതമാണ് ആത്മഹത്യയിലേക്ക് നവീൻ ബാബുവിനെ നയിച്ചത്. അതേ സാഹചര്യം തന്നെയാണ് ഇവിടെ. തനിക്കെതിരെ ഉണ്ടായ ഒരു വ്യാജ ആരോപണം, അതിനെ അതിജീവിക്കാൻ കഴിയാതെ ദീപക് ആത്മഹത്യ ചെയ്യുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഇരകളെ സൃഷ്ടിക്കുക വഴി എന്താണ് നമ്മൾ സമൂഹത്തിന് കൊടുക്കുന്ന പാഠം? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇതിനൊരു അതിർവരമ്പ് നമ്മൾ വെക്കേണ്ടതുണ്ട്. എന്ത് നമുക്ക് പോസ്റ്റ് ചെയ്യാം, എവിടെയാണ് ഇത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പക്ഷേ എങ്ങനെ നമുക്കത് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ചോദ്യം നേരത്തെ മായ പറഞ്ഞ പോലെ, മുഖമില്ല പലർക്കും, എല്ലാം ഫേക്ക് ഐഡൻറ്റിറ്റികളാണ്. എങ്ങനെയാണ് നമുക്കതിനെ കണ്ടുപിടിക്കാൻ കഴിയുക? അല്ലെങ്കിൽ ഇത്തരത്തിൽ അതിക്രമം നടത്തുന്നവർക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ കഴിയുക? ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്തരത്തിൽ സൈബർ ആക്രമണം നടക്കുന്നു എന്ന് പറഞ്ഞാൽ ധാരാളം പരാതികൾ പോലീസിലും സൈബറിലും ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ ഈ കേസിന്റെ ചുവട് പിടിച്ച് തന്നെ ഇപ്പോൾ ഒരു രീതിയിൽ ഒരു തലത്തിൽ വെളുപ്പിക്കുന്നതും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഉൾപ്പെടെ ഈ ഒരു കേസിന്റെ അടിസ്ഥാനത്തിൽ കണ്ടോ, ഇതുപോലെയാണ് സ്ത്രീകൾ, ഈ രീതിയിലാണ്, ഇവരെല്ലാം വ്യാജമാണ്, വ്യാജ പരാതികളാണ്, അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വശത്ത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഉൾപ്പെടെ വെളുപ്പിക്കുന്ന ഒരു നടപടി ഇതിന്റെ ഭാഗമായിട്ട് പോകുന്നത്. പലപ്പോഴും പല രീതിയിലുള്ള അജണ്ടകളാണ് ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിന്റെ ചുവട് പിടിച്ച് വരുന്നത്. ഇതൊക്കെ ഈ പൊതുസമൂഹത്തിൽ ഒരു അതിനെ ഒരു സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളിപ്പോൾ കോടതികൾ പോലും മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ ജുഡീഷ്യറിയെ പോലും സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അത് സ്വാഭാവികമായി സാധാരണക്കാരുടെ ഇടയിൽ അത്തരത്തിൽ വലിയ നിയമ സംവിധാനങ്ങൾ അറിയാവുന്ന കോടതിക്ക് അങ്ങനെ ഇൻഫ്ലുവൻസ് ആവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് സാധാരണക്കാരെ അത് ആ തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. പക്ഷേ ആ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതി, ശരിയായ കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്താൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ തെറ്റായ കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യും. അത് ആ തരത്തിൽ അവരത് നമ്മുടെ സമൂഹം മാറുകയാണ്. എനിക്ക് ഇങ്ങനെ ചെയ്താൽ, ഞാൻ ഇങ്ങനെ ചെയ്താൽ എനിക്ക് ഇതൊരു വഴിയാണ് എന്നുകൂടി മനസ്സിലാക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഇതൊരു വ്യാജ പരാതിയാണ്, പക്ഷേ ഇതല്ലാതെ ഇതിനെ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് പല തരത്തിൽ നമുക്ക് എടുക്കാം. നമ്മുടെ ഫോണുകളൊക്കെ അത്ര സംവിധാനങ്ങളുള്ളത് കൊണ്ട് തന്നെ പലതരത്തിൽ എടുക്കാം. അപ്പോൾ ഇതൊരു വഴിയാണ്, ഇങ്ങനെ ഒരാളെ അപമാനിക്കാം എന്നുള്ളൊരു വഴി കൂടി തെളിയിച്ചു കൊടുക്കുന്നതാണിത്. അതായത് ഒരാൾക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെ ഒരു മാർഗ്ഗമുണ്ട്. നമ്മളിപ്പോൾ ദൃശ്യം സിനിമ കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞില്ലേ, ദൃശ്യം മോഡൽ കൊലപാതകം എന്നൊക്കെ. അതായത് ഇങ്ങനെ ഒരു വഴിയുണ്ട് എന്ന് മറ്റുള്ളവരുടെ മുന്നിലേക്ക് എത്തുകയാണ്. ആ വഴി പല ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നവരും ഉണ്ടാവാം, അതിനെ തെറ്റായ രീതിയിൽ എടുക്കുന്നവരും ഉണ്ടാവും സ്വാഭാവികമായിട്ടും. ഈ സംഭവം വന്നതിന് പിന്നാലെ ഇപ്പോൾ പലരും പറയുന്ന, സോഷ്യൽ മീഡിയയിലടക്കം ചർച്ച ചെയ്യുന്നുണ്ട്, ഈ ബസ്സിലൊന്നും ഇത്തരത്തിൽ അതിക്രമങ്ങൾ ഒന്നും ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ്. വളരെ തീർത്തും തെറ്റായ, അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നിരന്തരം ബസ്സുകളിൽ ഇത്തരത്തിൽ അതിക്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം സ്ത്രീകൾ അതിനെതിരെ പ്രതികരിക്കുമ്പോൾ, ഇപ്പോൾ വീഡിയോ എടുത്തും അല്ലാതെ പ്രതികരിക്കുന്നത് കൊണ്ടും പലപ്പോഴും അവർക്ക് ഇതുപോലെ തന്നെ സൈബർ ആക്രമണങ്ങളും, അല്ലെങ്കിൽ ഈ സ്ത്രീകൾ പ്രതികരിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള നിരന്തരമായിട്ടുള്ള അതിക്രമങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ ഷിംജിത വീഡിയോ എടുത്തു എന്ന് പറയുന്നത്, ഇതിന് മുൻപ് എന്താണ് അവിടെ സംഭവിച്ചത് എന്നൊന്നും നമുക്കറിയില്ല. ഇയാളെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഈ വീഡിയോ എടുത്തതെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഇദ്ദേഹത്തിൽ നിന്ന് ഇവർക്ക് എന്തെങ്കിലും അസ്വാഭാവികമായിട്ടുള്ള ഒരു അതിക്രമങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെരുമാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. നമുക്കൊരു വീഡിയോ വെച്ച് നമുക്ക് ഒന്നും ഒരു ജഡ്ജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷേ പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിലടക്കം പറയുന്നുണ്ട്, ഇത്തരത്തിൽ ഈ ദീപക് ഈ ഷിംജിതയെ ഇത്തരത്തിൽ മോശമായി സമീപിച്ചതിന് യാതൊരു
തെളിവുമില്ല എന്ന് റിമാൻഡ് റിപ്പോർട്ടിലടക്കം പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ ഇതിനിപ്പോൾ കോടതിയൊക്കെയാണ് ഇതിനൊരു അന്തിമമായിട്ടുള്ളൊരു വിധി നിശ്ചയിക്കേണ്ടതെന്നുള്ളത്. കാരണം ഈ ഒരു ലൈംഗിക അതിക്രമത്തിന് ഇരയായി എന്ന് പറയേണ്ടത് ആ ഇര തന്നെയാണ് പറയേണ്ടത്. അത് മറ്റാരെയും ബോധ്യപ്പെടുത്താനോ മറ്റാർക്കും അത് മനസ്സിലാവില്ല, മൂന്നാമതൊരാൾക്ക് അത് മനസ്സിലാവില്ല. കാരണം ഒരു സ്ത്രീക്ക് അവൾക്കെതിരെ ഒരു അതിക്രമം ഉണ്ടാകുമ്പോൾ അത് ആദ്യം തിരിച്ചറിയുന്നതും അതൊരു ബാഡ് ടച്ചാണ് എന്ന് മനസ്സിലാകുന്നതും അതൊരു സ്ത്രീക്ക് തന്നെയാണ്. കാരണം പുരുഷന് അത്തരത്തിൽ അത് നമുക്കൊരു വീഡിയോ കണ്ടിട്ടോ ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് രാത്രി കാലങ്ങളിൽ ഉൾപ്പെടെ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ വീടുകളിൽ നിന്ന് നമ്മൾ ഇറങ്ങി പോകുമ്പം നമ്മുടെ സ്ത്രീകളുടെ മനസ്സിലാണ് ഒരു ടെൻഷൻ ഉണ്ടാവുക. എനിക്ക് നേരെ എന്തെങ്കിലും അതിക്രമം ഉണ്ടാകുമോ, അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും ഒരു മോശമായിട്ട് എനിക്കൊരു ബിഹേവിയർ ഉണ്ടാകുമോ എന്നുള്ള ഒരു ആശങ്ക, ടെൻഷൻ എപ്പോഴും സ്ത്രീകൾക്കാണ്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടോ? ഇല്ല. രാത്രികാലങ്ങൾ യാത്ര ചെയ്യും, ട്രെയിനിലായിക്കോട്ടെ ബസ്സിലായിക്കോട്ടെ, ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ആരെങ്കിലും എന്നെ കയറി പിടിക്കുമോ എന്നുള്ളൊരു ടെൻഷൻ പുരുഷനുണ്ടാവുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ അത് കുറച്ച് പുരുഷന്മാർക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ല, ഈ വീഡിയോ വന്നതിന് ശേഷം എനിക്ക് തമാശയായിട്ടാണ് തോന്നുന്നതെങ്കിലും ഈ വീഡിയോ, ഈ ഷിംജിതയുമായി ബന്ധപ്പെട്ട വീഡിയോ വന്നു, ദീപക് ആത്മഹത്യ ചെയ്യുന്നു, അതിനുശേഷം ദീപകിനെ അനുകൂലിച്ച് നിരവധി പേർ വരുമ്പോൾ ധാരാളം ട്രോളുകൾ വരുന്നുണ്ട്. ഈ പടച്ചട്ടയൊക്കെ ഇട്ട് പുരുഷന്മാർ പുറത്തിറങ്ങുന്ന പോലത്തെ ധാരാളം ട്രോളുകൾ. തമാശയാണെങ്കിൽ പോലും പുരുഷന്മാർക്കും അത്തരം ഒരു ഭയം വന്നു തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമാണ്. മായപ്പ സൂചിപ്പിച്ചപ്പോഴാണ്, അതായത് നേരത്തെ കാലങ്ങളിൽ സ്ത്രീകൾക്കായിരുന്നു എല്ലാത്തിനും ഭയം. ഇപ്പൊ സ്ത്രീകൾ കുറച്ചുകൂടി അത്തരം ഭയമൊന്നും സ്ത്രീകളുടെ ജീവിതത്തിൽ അങ്ങനെ കാണുന്നില്ലല്ലോ. അവർ കുറച്ചും കൂടി എല്ലാ കാര്യങ്ങളെയും നേരിടാൻ ധൈര്യപൂർവ്വം പൊതുസമൂഹത്തിൽ എല്ലാത്തിനെയും നേരിടാനും ഇടപെടാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ പുരുഷന്മാർക്ക് ഇപ്പോൾ ആ ഭയം വന്നിട്ട് വരിക. ഇപ്പോൾ രാഹുൽ ഈശ്വറൊക്കെ പറയുന്ന പോലെ പുരുഷ കമ്മീഷനൊക്കെ കൊണ്ടുവന്നിട്ട് വരേണ്ടതുണ്ടോ? ഇനി അങ്ങനെയാണോ നമ്മുടെ സമൂഹം മുന്നോട്ട് പോകുന്നതെന്നാണ് ചില സംഭവങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. പക്ഷേ മായ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ നീതി നിയമവ്യവസ്ഥകളൊക്കെ കുറേ കൂടി ഇതിലൊക്കെ മാറേണ്ടതുണ്ട്. സൈബർ ഇടങ്ങളിൽ എങ്ങനെയാണ് പെരുമാറ്റം എന്നുള്ളതിൽ വളരെ പ്രധാനമാണ്. ഒരു ദീപകിൻ്റെ ആത്മഹത്യയിൽ അവസാനിക്കുന്നതൊന്നുമല്ല ഇവിടെ ഉണ്ടായ സംഭവങ്ങൾ. ഇതിപ്പോൾ ദീപക് പുരുഷനായതുകൊണ്ട് ഷിംജിത എന്ന സ്ത്രീക്കെതിരെ വലിയ ആരോപണം. പക്ഷേ ഇത് തിരിച്ചാണ് സംഭവിച്ചിരുന്നതെങ്കിൽ എങ്കിൽ പോലും സ്ത്രീക്ക് അപമാനം തന്നെയാണ് പലയിടത്തും. സമൂഹ മാധ്യമങ്ങൾ വൈറലായാൽ അവിടെ സംഭവിക്കുന്ന എന്താണ്? ഇപ്പോൾ ശരിയായ ഒരു സംഭവമായിരുന്നു എന്ന് തന്നെ കരുതുക, അപ്പോഴും ഷിംജിതയും സ്വാഭാവികമായി അപമാനിക്കപ്പെടും. എല്ലാവരും ദീപകിനെ ഇപ്പോൾ പിന്തുണയ്ക്കുന്ന എല്ലാവരും ആദ്യഘട്ടങ്ങളിൽ ഷിംജിതയെ പിന്തുണച്ചിരുന്നല്ലോ. ആ പിന്തുണ തന്നെയാണ് പിന്നീട് ഉണ്ടാകുക. പക്ഷേ ഈ പിന്തുണ എന്നുള്ളത് എല്ലായ്പ്പോഴും ഒരു പിന്തുണയായി മാത്രം നിൽക്കില്ല, പലയിടത്തും അധിക്ഷേപമായിട്ടും വരാം. അത് തന്നെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിലൊക്കെ നമ്മൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവരുടെ വ്യക്തിത്വവും അന്തസ്സുമാണല്ലോ, അതിന് കളങ്കമേൽക്കുമ്പോഴാണല്ലോ നമുക്കതൊരു വലിയ പ്രശ്നമായി മാറുന്നത്. ഏതായാലും സമൂഹ മാധ്യമങ്ങളിൽ എനിക്ക് തോന്നുന്നു സമൂഹ മാധ്യമങ്ങളിൽ മാറ്റം തീർച്ചയായിട്ടും വരേണ്ടതുണ്ട്. നമ്മൾ അതിനൊരു മായ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു സാംസ്കാരിക അവബോധം, അല്ലെങ്കിൽ എങ്ങനെയാണ് സമൂഹ മാധ്യമ ഇടങ്ങളിൽ ഇടപെടേണ്ടത് എന്നുള്ളത് ഒരു ചോദ്യമാണ്. എന്തിനും രണ്ട് മറുപുറമുണ്ടല്ലോ. ഒരു തെറ്റ് ചെയ്താലും എന്തിനും രണ്ട് വശങ്ങളുണ്ട് എന്നുള്ളത്. നമുക്ക് ഇപ്പോൾ ഷിംജിതയുടെ ഒരു വശം നമുക്ക് കേൾക്കണം, ദീപകിൻ്റെ ഒരു വശവും കേൾക്കണം. അങ്ങനെ ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റിന് എറിഞ്ഞു കൊടുക്കേണ്ട ആ ഒരു ഘട്ടമുണ്ടോ? അങ്ങനെ നമ്മുടെ ഒരു പരിഷ്കൃത സമൂഹമാണ്, അത്തരത്തിലുള്ള ഒരു ഇതിലേക്ക് നമ്മൾ നീങ്ങേണ്ടതുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. പക്ഷേ അവിടെയും വേറൊരു കാര്യമുണ്ട്. ഇത്തരം അപക്വമായ ചില ഇടപെടൽ ഉണ്ടായാൽ അത് ശരിയായ ചില സംഭവങ്ങളെ കൂടി ബാധിക്കുന്നുണ്ടോ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതായാലും ഇത്തരം അപക്വമായ സമീപനം യഥാർത്ഥ ലൈംഗിക അതിക്രമങ്ങളെ വെള്ളപൂശാൻ കാരണമാകരുത്. പൊതു ഇടങ്ങളിൽ മോശം അനുഭവമുണ്ടായാൽ സ്ത്രീകൾ തീർച്ചയായും പ്രതികരിക്കണം. പക്ഷേ അതിൻ്റെ വഴി ഇതല്ല. സാമൂഹ്യ മാധ്യമ വിചാരണ ഇങ്ങനെ തുടർന്നാൽ നാളെ സത്യസന്ധമായ ഒരു പരാതിയുമായി ഒരാൾ വന്നാൽ പോലും അവർക്ക് നീതി കിട്ടാത്ത സാഹചര്യം വരും.